ഹലോ, ഇന്നൊരു കണ്ടം വ്ളോഗാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കണ്ടം മീൻസ് വയൽ, പാടം അങ്ങനെയൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ കണ്ടം എന്നാണ് പറയൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ കണ്ടം പരിചയപ്പെടാം. കൊല്ലത്തിൽ 1-2 പ്രാവശ്യം ഇവിടെ തേങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോകുവേ. പണ്ടൊക്കെ വലിയ രീതിയിൽ കൃഷി നടത്തിയിരുന്ന സ്ഥലമാണിത്. ഇപ്പം നോക്കാനും നടത്താനും ആരും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം കുറച്ച് തെങ്ങും അതിൽ കുറച്ച് തേങ്ങയും കിട്ടും. എല്ലാവർക്കും ഒഴിവിലെ ദിവസം നോക്കിയിട്ടാണ് നമ്മൾ കണ്ടത്തിൽ തേങ്ങ പറിക്കാൻ പോവുക. കുറച്ച് സമയം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല എൻജോയ് ചെയ്തിട്ടേ തിരിച്ചു വരൂ. ചാക്കിലെന്നാണ് എന്തിനാ ചാക്കെടുത്തിന്? തേങ്ങ പറിക്കാനാ? എന്നാ പറക്കിക്കോ. എന്ത് കാട്ടം പറിക്കല? തേങ്ങയെല്ലാം അവിടെ ഇറക്കിയിരുന്നാ കിട്ടൂല, താഴെ ഇറങ്ങും. ഈ തെങ്ങും മാവെല്ലാം കണ്ടാൽ എൻ്റെ കുട്ടൻസിൻ്റെ കൺട്രോൾ പോവും. ഇതാ കയറി പോകണ്ട, 2 കരിക്കിടട്ട് എന്ന് പറഞ്ഞിട്ട് കയറുന്നതാണ് കേട്ടാ. പക്ഷേ ഈ മൊത്തം തെങ്ങ് കയറി ഇറങ്ങാനുള്ള സ്റ്റാമിന ഒന്നും ഉണ്ടാവില്ല കേട്ടാ. അതിന് നമ്മളെ സ്വന്തം വിജയേട്ടനുണ്ട്. എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ടേ വിജയേട്ടനാണ് നമ്മുടെ തെങ്ങിൽ തേങ്ങയെല്ലാം പറിച്ചു തരല്. അച്ഛൻ്റെ ബാല്യകാല സുഹൃത്തു കൂടിയാണ് കേട്ടോ വിജയേട്ടൻ. പിടിച്ചോ, ഞാനിടാം. ചാക്കങ്ങോട്ട് എടുക്കാം. അതിനെന്തിനാ എറിയുന്നു? ഈ കാണുന്നത് തോടാണ് കേട്ടോ. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇതിന് നിറച്ച് വെള്ളവും മീനുകളും എല്ലാം ഉണ്ടാവും. ഇപ്രാവശ്യം നമ്മൾ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കൂടെ എടുത്തിട്ടാണ് വന്നേട്ടാ. വേറെ ഒന്നല്ല, ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ അമ്മമ്മയുടെ കൂടെയൊക്കെ കണ്ടത്തിൽ വരുമ്പോൾ പണിക്കാർക്കുള്ള ചായയും ഭക്ഷണവും എല്ലാം കൊണ്ടുവരാറുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് ഇവിടുന്ന് തിന്നുന്നതും ഓർമ്മയിലുണ്ട്. ആ ഓർമ്മ ഒന്ന് ചെറുതായിട്ട് റീക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് കേട്ടാ ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയ. തേങ്ങ പറിക്കലും പറക്കലും എല്ലാം കൊണ്ട് അത്യാവശ്യം എല്ലാവരും ടയേർഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ നിറയെ കൃഷിയും പണിക്കാരും കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. അപ്പം ഇത്രയും കൊല്ലങ്ങൾക്ക് ഇപ്പുറം ഇവിടെ നോക്കിയേ ആരുമില്ല. ആകെ കുറച്ച് തെങ്ങും കുറച്ച് തേങ്ങയും മാത്രമുണ്ട്. ഇനി എൻ്റെ ഉണ്ണിയും ദേവേട്ടനും എല്ലാം വളർന്ന് വലുതാകുമ്പോൾ ഈ കണ്ടം തന്നെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഓർമ്മകളൊക്കെ അവരുടെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടാവട്ടെ അല്ലേ? ഒരുമിച്ച് വന്നതും തേങ്ങ പറിച്ചതും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും എല്ലാം. കാലം എത്ര മുന്നോട്ട് പോയാലും ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞ ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ? ഇനി ഇളനീര് കുത്തിക്കുടിക്കുന്ന ചടങ്ങാണ് കേട്ടോ. ഇനി അടുത്ത വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇതെല്ലാം ചാക്കിൽ നിറച്ചിട്ട് കടത്തിക്കൊണ്ട് പോലാന്ന് കേട്ടോ.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ കണ്ടത്തിനെ കുറിച്ചിട്ടുള്ള ചെറിയ വിശേഷം. ഉണ്ണി